നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ധനുഷിന്റെ ജീവിത പുസ്തകത്തിൽ. അതിലെ ഓരോ പേജും നിങ്ങളെ ഞെട്ടിക്കുന്നതാ. നിങ്ങൾ എന്ത് കരുതി? കല്യാണം മുടങ്ങി എന്നെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ക്ലൈമാക്സ് എന്നോ? അത് വെറും ആന്റി ക്ലൈമാക്സ് അല്ലേ? ശരിക്കുള്ള കാര്യങ്ങളൊക്കെ ഇനിയാ നടക്കാൻ പോകുന്നത്. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് സച്ചി സാറേ, അതൊരു സുഖമില്ലാത്ത വിളിയാ. സച്ചി, നിനക്ക് ഈശ്വരൻ ആയുസ് നീട്ടി തന്നതുകൊണ്ടാ നീ ഇപ്പോ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ആ ഈശ്വരന്റെ പേരാടാ ധനുഷ്. അതെങ്ങനെ ശരിയാവും? അതിന് നിന്റെ പേര് ധനുഷ് എന്നല്ലല്ലോ, ഷാഹിർ മുഹമ്മദ് എന്നല്ലേ? സർട്ടിഫിക്കറ്റുകളിൽ നീ ആ പേര് സ്വയം മായ്ച്ചു കളഞ്ഞു എന്ന് കരുതി നീ എങ്ങനെ അതല്ലാതാവുന്നു? ഇതിനകത്ത് കിടന്ന് നീ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പുറത്തു വരുമ്പോ വീണ്ടും സ്നേഹയെ ചതിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇനി ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല നിന്നെ. ശിക്ഷ ഞങ്ങൾ തന്നെ അങ്ങ് നടപ്പിലാക്കും. ഞാൻ സ്നേഹ ചതിച്ചെന്നോ? എന്തൊക്കെയാ അർച്ചന ഈ പറയുന്നേ? തീവ്രാനുരാഗത്തിന്റെ എക്സ്ട്രീമിലാണ് ഞങ്ങളിപ്പോ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കൂടെ വന്ന ഈ ഡോക്ടർ കൊച്ചിനും മനസ്സിലാവും. പേര് കേട്ട വലിയ കുടുംബത്തിലെ ഡോക്ടർ അബ്ദുൽ ഖാദറും അനാഥാലയത്തിലെ ചുവരുകൾക്കുള്ളിൽ വളർന്നു വലുതായ സന്ധ്യയും ചേർന്ന് അത്രയ്ക്കും വിപ്ലവകരമായ പ്രേമമല്ലായിരുന്നോ? എനിക്കറിയാം ഡോക്ടർ അബ്ദുൽ ഖാദറിനെ. ഒരു തവണയും ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ. ഒരൊറ്റ തവണ, അവന്റെ മരണസമയത്ത്. നേരിട്ട് കാണുമ്പോ ഞാനും അവന് വണ്ടിയിലായിരുന്നു. ഞാൻ ഇടിച്ച വണ്ടിയിലും അവൻ ഇടികൊണ്ട വണ്ടിയിലും. ഞാൻ തന്നെയാ അബ്ദുൽ ഖാദറിനെ കൊന്നത്. ആദ്യമായിട്ടായിരിക്കും പോലീസിനോടല്ലാതെ ജയിലിൽ കിടന്ന ഒരാൾ കൊലപാതക കുറ്റം ഏറ്റു പറയുന്നത്. അങ്ങനെ നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ധനുഷിന്റെ ജീവിത പുസ്തകത്തിൽ. അതിലെ ഓരോ പേജും നിങ്ങളെ ഞെട്ടിക്കുന്നതാ. ഇതുപോലെ തെളിവില്ലാത്ത പല കേസുകളും പല പോലീസ് സ്റ്റേഷനുകളിലുമുണ്ട്. ഷാഹിർ മുഹമ്മദിന്റെ പേരില്ലാത്ത കുറ്റപത്രങ്ങൾ. ഞാനിപ്പോ പറഞ്ഞതിനെ തെളിവൊന്നുമില്ല. പിന്നെ പറഞ്ഞത് എന്നെ ഇതുപോലെ അകത്താക്കുമ്പോ മിനിമം ആ കേസിലെങ്കിലും അകത്താക്കണം ഇനി. അല്ലെങ്കിലേ എനിക്ക് നാണക്കേടാ. സർട്ടിഫിക്കറ്റിൽ പേര് മാറ്റി അച്ഛനെയും അമ്മയും വാടകയ്ക്കെടുത്തു. ഇങ്ങനെയുള്ള ജാമ്യത്തിന്റെ പരിരക്ഷയുള്ള ചീള് കേസുകളിൽ റിമാൻഡ് കാലാവധി പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് അയക്കരുത്. ഇതിനകത്തേക്ക് വരുന്നെങ്കിൽ മിനിമം ഒരു ജീവപര്യന്തം, അല്ലെങ്കിൽ തൂക്ക് കയറ്. ഇതിലേതെങ്കിലും ഒന്നിനെ ഞാൻ ഇനി ഇതിനകത്തേക്ക് വരൂ. ഊണ് കഴിക്കാൻ വന്നവർക്ക് ബിരിയാണി കിട്ടിയ അവസ്ഥയായി ഇപ്പൊ 3 പേരുടെയും മുഖത്ത്. ഞാൻ ഒരുത്തനെ കൊന്നു പറഞ്ഞപ്പോ തന്നെ തിരികെ എന്തെങ്കിലും പറയാനായിട്ട് ഇനി നാവ് പൊന്താതെയായി. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി എന്റേതായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോ അതിന്റെ ഇടയിൽ വരരുത്. പ്രത്യേകിച്ച് അർച്ചന.
അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ചിത്രപ്പണികളൊന്നും ചെയ്യാത്തൊരു തൂവെള്ള സാരി വാങ്ങിച്ചു വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം. സന്ധ്യയോട് ചോദിച്ചാ പറഞ്ഞുതരും അകാലത്തിൽ ഭർത്താവ് പിരിഞ്ഞുപോയ ഭാര്യയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. നീ മതിയാക്ക്. എന്റെ നിന്റെ ഇടയ്ക്ക് ഈ കമ്പികളുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ നീ ഇത്രയും പറഞ്ഞു തീരും മുമ്പേ നിന്നെ ഞാൻ വെള്ളം പതിപ്പിച്ചാനെ. നീ പുറത്തേക്ക് ഇറങ്ങ. അബ്ദുൾ ഖാദർ കൊലപാതക കേസ് തെളിയിച്ച് നിന്നെ 10-12 വർഷത്തേക്ക് സുഖവാസത്തിന് അയക്കുന്നുണ്ട് ഞങ്ങള്. അതെ, ഈ സബ് ജയിലിലല്ല, അങ്ങ് സെൻട്രൽ ജയിലില്. അതിന് ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് വേണോന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. എന്തായാലും നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി അഥവാ ഞങ്ങൾ നിന്നെ വെറുതെ വിട്ടാലും അതിനൊരിക്കലും കഴിയാത്തൊരാളുണ്ട്. ഇത്രയും നാളും നീ രക്ഷപ്പെട്ടു പോയതുപോലെ ആവില്ല ഈ കേസിൽ. ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ കൊലപാതകം നീ ഇപ്പൊ ഏറ്റു പറഞ്ഞത് നിന്റെ നാശത്തിന്. അത് നിനക്ക് പിന്നീട് മനസ്സിലാവും. ഞാൻ അവസാനം പറഞ്ഞ ഈ വാചകം മനസ്സിൽ ഓർത്തു വച്ചേക്കണം. നീ നിന്റെ മരണസമയത്ത് മരണമണിക്ക് തുല്യമായി നീ കേൾക്കാൻ പോകുന്നത് ഇതാ. ഏതായാലും നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും, അപ്പോഴല്ലേ ബാക്കി. ഒത്തുതീർപ്പിന് വന്നവരെ എന്റെ മരണത്തെക്കുറിച്ച് പറയുന്ന സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പ്, ഇനിയാണ് പോരാട്ടം. ഞാൻ എവിടുന്ന് ഇറങ്ങിക്കോട്ടെ, തുടങ്ങാം നമുക്ക് പോരാട്ടത്തിന്റെ 2ാം പകുതി. എന്റെ ഭർത്താവിനെ കൊന്നവനെ കാണുന്ന മാത്രയിൽ തന്നെ കൊല്ലാൻ നടന്നവളാ ഞാൻ. ഇപ്പൊ എനിക്കതിനെ സാധിച്ചില്ല. ഇവനിവിടുന്ന് ഇറങ്ങുന്ന അന്ന് ഞാനിവനെ തീർക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.